ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, ഈ കിഴി റിയാക്ഷൻ ആണ്. അത്രല്ലേ ബിഗ് എംസ് മമ്മൂട്ടി മോഹൻലാൽ ഒരുമിക്കുന്നു. അത് മാത്രല്ല, വലിയ രണ്ട് പ്രൊഡക്ഷൻ കമ്പനിയും കൂടി ഒരുമിക്കുന്നു. കൂട്ടിമുട്ടുകയാണ്. യെസ്, മമ്മൂട്ടി കമ്പനി ആശീർവാദ്. ഞങ്ങളെ കുറച്ച് കാലം ഉള്ളിൽ കൊണ്ട് നടന്നൊരു വലിയ ഒരു ഭാരം, അതാണ് ഇപ്പോൾ ഇറക്കി വെക്കാൻ പോകുന്നത്. അത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞുതരാം. മനോരഥങ്ങൾ ഇറങ്ങുന്ന ആ സമയത്തൊക്കെ നമ്മള് ഇതിനെ കുറിച്ചൊരു വീഡിയോ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. മമ്മൂട്ടി മോഹൻലാലും ഒരുമിച്ച് വന്ന ഒരു സിനിമ ഇതിനു മുന്നേ ഏതായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പം അപ്പോഴൊക്കെ ഈ സംഭവം ഉള്ളിലുണ്ട്. ഉള്ളിൽ ഇത് വെച്ചിട്ടാണ് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും നമുക്ക് ഇത് ഒരു ഒഫീഷ്യലി ആയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം പുറത്തു വരാണ്ട് നമുക്ക് പറയാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ കാത്തു സൂക്ഷിച്ചു വെച്ചേക്കായിരുന്നു. വരുന്ന സമയത്ത് സാധനം പുറത്തു വിടണം. പക്ഷെ ഒരിക്കലും ഞങ്ങൾ ഇങ്ങനെ ആയിരുന്നില്ല പ്രതീക്ഷിച്ചത്. സത്യം, ഇങ്ങനത്തെ ഒരു അനൗൺസ്മെന്റും ആയിരുന്നില്ല പ്രതീക്ഷിച്ചത്. ഇതിപ്പോ ആന്റണി പെരുമ്പാവൂറാണ് ഇത് പുറത്തു വിട്ടിട്ടുള്ളത്. അതെ, ആശീർവാദ് മമ്മൂട്ടി കമ്പനി കൈകോർക്കുന്നു എന്നുള്ള രീതിയിൽ ആ സിംബൽസ് ഇട്ടിട്ട് അങ്ങ് പുറത്തു വിട്ടു. കത്തി എന്ന് പറഞ്ഞാൽ പോരാ, ആളിക്കത്തി. സോഷ്യൽ മീഡിയക്ക് ചൂട് പിടിക്കുക, തീ പിടിക്കുക, അഗ്നിപർവ്വതം പൊട്ടി. അല്ലേ, നമ്മളിപ്പോ പറഞ്ഞല്ലോ നമുക്ക് ഇതൊക്കെ അറിയാമായിരുന്നു എന്നുള്ളത്. അപ്പൊ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. പിന്നെന്താ, തീർച്ചയായിട്ടും ഈ സിനിമ ആര് സംവിധാനം ചെയ്യും? അതാണ് ആദ്യം. മഹേഷ് നാരായണൻ. തീർച്ചയായിട്ടും. അതായത് മമ്മൂട്ടിനെ വെച്ചിട്ട് ചെയ്യേണ്ടിയിരുന്ന ഒരു സിനിമയായിരുന്നു. അതിന് മുൻപ് അത് കമൽഹാസനെ വെച്ചിട്ട് പ്ലാൻ ചെയ്യേണ്ടതായിരുന്നു. ആ സിനിമ പിന്നീട് പ്രൊഡക്ഷനിൽ ചില പ്രശ്നങ്ങൾ, അതായത് അത്യാവശ്യം നല്ല ബഡ്ജറ്റ് വരുന്നൊരു സിനിമയാണ്. അതിൽ ഫഹദ് ഫാസിലായിരുന്നു ഇതിൻ്റെ പ്രൊഡക്ഷൻ ഏറ്റെടുത്തിരുന്നത്. പിന്നെ ഫഹദ് ഫാസിൽ പിന്മാറി, എന്തോ പ്രശ്നം. പിന്നെ അതായത് പ്രൊഡക്ഷനിൽ നിന്ന് മാത്രമേ പിന്മാറിയിട്ടുള്ളൂ കേട്ടോ. അത് പിന്നെ അതെ, ചാക്കോച്ചനുണ്ട്. പിന്നെ നമ്മുടെ സുരേഷ് ഗോപി മമ്മൂട്ടി അടുത്ത 2020 അത് തന്നെ. അതല്ലാണ്ട് ഇപ്പൊ ഇതിനകത്ത് ഏതാ പറയാ, ലാലേട്ടൻ, മമ്മൂക്ക, സുരേഷ് ഗോപി, ഫഹദ് ഫാസില്, പിന്നെ ചാക്കോച്ചൻ. ഇനി ആരൊക്കെ ഉണ്ടാവും എന്നുള്ളത് സിനിമേന്റെ അപ്ഡേഷൻ വരുന്നതിനനുസരിച്ച് കൂടി വരുള്ളൂ. ഇനി മറ്റൊന്ന്, അതായത് ഇപ്പൊ നമുക്ക് ഇത്ര നമ്മൾ ഇൻഫർമേഷൻ കൊടുത്തല്ലോ, അപ്പോഴും പറയും ഇവർ വെറുതെ പറയുന്നതാണ്, ഇവർക്ക് ഇപ്പോ ഇതൊക്കെ എല്ലാവർക്കും അറിയാം, ഇപ്പൊ ഏതാണ്ടൊക്കെ പലയിടങ്ങളിൽ ഇതൊക്കെ വന്നിട്ടുണ്ടല്ലോ, അതൊക്കെ അടിച്ചു കയറ്റാണ്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഈ സിനിമയുടെ പേരിന്റെ, അതായത് ടൈറ്റിലിന്റെ ആദ്യ അക്ഷരം പറയാം. പറഞ്ഞോട്ടെ, അത് വരുന്ന സമയത്ത് നിങ്ങൾ അംഗീകരിച്ചു തരണം. അത്രേ ഉള്ളൂ. അതായത് ആദ്യത്തെ അക്ഷരം ഇതെന്താ അറിയോ, നമ്മളെല്ലാം അറിയുന്നവരാണ് നല്ല ഇവിടെ പറയുന്നത്. നമ്മൾ പറഞ്ഞത് സത്യമായിരുന്നു എന്നുള്ളത് അംഗീകരിച്ചു. പറയാൻ വന്നതായിരുന്നു. അത് തന്നെയാണ് ആദ്യത്തെ അക്ഷരം. പായാണ് ആദ്യത്തെ അക്ഷരം. സിനിമേന്റെ കൂടുതൽ അനൗൺസ്മെന്റ് വരുമ്പോ നിങ്ങൾ നോക്കിയാൽ മതി, അത്രേ ഉള്ളൂ. എന്താണെങ്കിൽ നമുക്ക് അറിയുന്ന കാര്യങ്ങളായിരുന്നു ഇതെല്ലാം. പക്ഷെ പുറത്ത് അവര് പറയാണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് നമ്മളങ്ങനെ പറയാറില്ല. അതായത് ഇന്ന രീതിയിൽ ആവശ്യം വരുന്ന സമയങ്ങളിൽ മാത്രമേ നമ്മൾ പറയാറുള്ളൂ. പിന്നെ അത് മാത്രമല്ല, ഒരുപാട് ഒരു ത്രില്ല് നമ്മളവിടെ നഷ്ടപ്പെടുത്തുകയാണ്. അതാണ് ആ ത്രില്ല്. ഇപ്പോൾ ഇത് പെട്ടെന്ന് കണ്ടപ്പോൾ എല്ലാവർക്കും കിട്ടിയൊരു ത്രില്ലില്ലേ, അത് ആൾറെഡി ഇതിനു മുൻപ് എല്ലാവർക്കും അറിയാമായിരുന്നെങ്കിൽ ആ ഒരു ത്രില്ല് കിട്ടൂല. പ്രഡിക്റ്റബിൾ ആണ്. പക്ഷെ ഞങ്ങൾക്ക് ആ ത്രില്ല് കിട്ടിയില്ല, അത് വേറെ സത്യം. നമ്മളിത് അറിഞ്ഞു വെച്ചോണ്ടിരിക്കുകയായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ ത്രില്ല് കിട്ടിയില്ല. അത് നമുക്ക് ഇൻസ്റ്റയിലൊക്കെ അയച്ചു തന്നവർക്ക് അറിയാം. നമ്മള് സാധാരണ എന്തെങ്കിലും അയക്കുമ്പോൾ നമ്മള് റിപ്ലൈ കൊടുക്കും, സൂപ്പർ. ഞാൻ ഒരു സാധനം കൊടുത്തിട്ടില്ല, എനിക്ക് അയച്ചു തന്നവർക്കൊന്നും. ഞാൻ കണ്ടിങ്ങനെ പോവാന്നല്ലാണ്ട് ഒന്നും കൊടുത്തിട്ടില്ല. അറിയാവുന്നത് കൊണ്ടാട്ടോ തരാഞ്ഞത്, വേറൊന്നും അല്ല. എന്തായാലും മമ്മൂട്ടി കമ്പനി ഇത് കൊളാബ് ചെയ്തിട്ടുണ്ട് ആശീർവാദിനെ വെച്ചിട്ട്. സംഭവം കൊളാബ് ചെയ്തിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. നമുക്കതൊന്ന് കാണാം. എന്തായാലേ ചില്ലറ കാര്യമാണത്. ഇരിക്കുന്നത് കണ്ടോ, കണ്ടോ ലാലേട്ടനും മമ്മൂട്ടിയും, അതിനിടയിൽ നമ്മുടെ ആന്റണി പെരുമ്പാവൂറും. മമ്മൂട്ടി കമ്പനി ആശീർവാദ് സിനിമാസ് കൈകോർക്കുന്നു എന്നുള്ള രീതിയിൽ ആ ഒരു സിമ്പലോടെയാണ് ഇവരും ഇത് പുറത്തുവിട്ടുള്ളത്. ഈ അമ്മ സംഘടനയുടെ ഒരു അവാർഡ് ഷോ ഒക്കെ നടക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇൻഡസ്ട്രിയിൽ ചെറിയൊരു ഇഷ്യൂ ആണല്ലോ ഇപ്പോൾ. ഹേമ കമ്മിറ്റി അത് പുകഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇത് ഇറക്കി വിടുമ്പോഴേ ചെറുതായിട്ടൊരു ഗുണം കിട്ടും ഇൻഡസ്ട്രിക്ക്. തീർച്ചയായിട്ടും അതിൽ നിന്നൊരു ചെറിയൊരു മോചനം ഉണ്ടാവും. പക്ഷെ ഇപ്പം ന്യൂസിൽ കിടന്ന് തകർത്തോണ്ടിരിക്കുന്നുണ്ട്. അമ്മ പ്രതികരിച്ചിട്ടുണ്ട് ആ സംഭവത്തിനെതിരെ. എന്തായാലും അത് ആ വഴിക്ക് നടക്കട്ടെ, നമുക്ക് ഈ വഴിക്ക് നടക്കാം. എന്തായാലും ഇതിന് കുറച്ച് കമന്റ്സ് ഉണ്ട്. എന്തായാലും സോഷ്യൽ മീഡിയ കത്തും വളരെ മനോഹരമായ ഒരുപാട് കമന്റ്സ് വരും. അതിൽ ഏറ്റവും മികച്ച കമന്റ് ഇട്ടിരിക്കുന്നത് റഫത്ത് യൂട്ടി എന്ന ഒരു യൂട്യൂബറാണ്. ഏത് ഫോട്ടോ വന്നാലും വീഡിയോ വന്നാലും ഏതോ ഒരു ഇതിൽ പറയുന്ന പോലെ ആയിപ്പോയി.
എവിടെ നോക്കിയാലും ഏതിന്റെ അടിയിലും ഉണ്ടാവും റഫത്ത്. ഈ നാറീനെ കൊണ്ട് ജീവിക്കാൻ വയ്യല്ലോ, എല്ലാത്തിന്റെ അടിയിൽ. അല്ലേ അച്ചാറ് പോലെയാണ്. ആന്ന് സദ്യയിലുണ്ടോ, അതുണ്ട്, ബിരിയാണിയിലോ നെയ്ച്ചോറിലോ എന്തിലും ഉണ്ട്, എവിടെയും വിളമ്പാ. എന്ത് ചെയ്യാനാണ്. എന്തായാലും ആ കമന്റ്, ആ തെരഞ്ഞെടുക്കപ്പെട്ട കമന്റ് ഇതാണ്: ബിഗ് എംസ് ഒന്നിച്ച് വരാറ്. ആ ത്രില്ലേ തുടക്കത്തിലിട്ട അത്രല്ലേ 52 ലൈക്ക് ഉള്ളതിന്. എന്നാലും ഞാൻ എന്തുകൊണ്ട് അല്ല, എന്നാലും ഞാൻ ആലോചിച്ച് നോക്കുക, ഇതൊക്കെ ഉള്ളിൽ വെച്ചോണ്ട് നീ എങ്ങനെ ഈ കമന്റ് ഇട്ടു? അതാണ് എനിക്കറിയാത്തത്. ഈ ത്രില്ല് ഇത് അറിഞ്ഞ സമയത്ത് നമുക്ക് കിട്ടിയതാ. ശരിക്കും മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ച് വരുന്നുണ്ട്, അതിൽ സുരേഷ് ഗോപി ഉണ്ട് എന്നുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞപ്പോൾ കിട്ടിയ സാധനമാണ്. ഈ സാധനം വന്നിട്ട് പിന്നെ ഇടുക എന്ന് പറഞ്ഞാലേ ഭയങ്കരം തന്നെ. എന്തായാലും ഇതാ ഒരു കമന്റ്: മമ്മൂട്ടി, മോഹൻലാൽ, മഹേഷ് നാരായണൻ 2025 കൺഫേംഡ്. എന്തായാലും ഇതിലെ കാര്യങ്ങളൊക്കെ ഏതാണ്ട് വ്യക്തമാണ്. 2025 സംഭവം. ഒരു വർഷം കൂടി നീണ്ടുപോകുന്നതൊക്കെയാണ് കേട്ടിട്ടുള്ളത്. എന്തായാലും ഷൂട്ടിംഗ് ഒക്കെ അതാണ്. മഹേഷ് നാരായണൻ സിനിമ ഒന്ന് നീണ്ടുപോകും എന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ? അതെ, അത് തന്നെയാണ് ഈ സംഭവം. ഡയറക്ടർ അമൽ നീരദ് ആണെങ്കിൽ പൊളിക്കും. അമൽ നീരദ് അല്ല. ബോക്സ് ഓഫീസ് കളക്ഷൻ എവിടെ ചെന്ന് നിൽക്കുമെന്ന് കണ്ടറിയാം. അതൊരു സത്യം. അമ്പോ ഇതെന്തായിരിക്കും ഇന്നത്തെ ഇപ്പൊ പ്രത്യേകിച്ച് ഇത് എന്തായിരിക്കും ആഘോഷിക്കപ്പെടുന്ന രീതി എങ്ങനെയായിരിക്കും? അൺപ്രഡിക്റ്റബിൾ. എല്ലാ ഫാൻസുകാർക്കും ആഘോഷമായിരിക്കും. കാരണം അറിയോ, ഡീഗ്രേഡിംഗ് ഒന്നും ഹേറ്റേഴ്സ് ഇല്ലാത്തൊരു സിനിമയായിരിക്കും. 2020 അങ്ങനെയാണ്. അതേപോലെ തന്നെ ഒരു സിനിമയായിരിക്കും. ഒരു ഫാൻസിനും ഒരു പ്രശ്നം ഉണ്ടാവൂല. തീയിൽ പെട്രോൾ ഒഴിച്ച അവസ്ഥ. സത്യം കേട്ടോ. ഒരാളല്ല, അത്രേ ഉള്ളൂ. അതെ. ഡയറക്ഷൻ മോഹൻലാൽ, പ്രൊഡക്ഷൻ മമ്മൂട്ടി, സ്റ്റാറിങ് ആന്റണിയോ. അങ്ങനെ ആ രീതി. ഞാൻ സീരിയസ് ആണെന്ന് കരുതി ആദ്യം. നമുക്കൊരു 1.5 പടം ഉണ്ടെന്ന് പറയാന്ന്. മോളിവുഡ് ബിഗ്ഗസ്റ്റ് കൊളാബറേഷൻ. സത്യം ബിഗ്ഗസ്റ്റ് ആണ്. ഇതിനു മുൻപ് ലാലേട്ടനും മമ്മൂക്കയും ഒരുമിച്ചിട്ടുണ്ടെങ്കിലും, പക്ഷേ ഈ ഇത്രയും വലിയ 2 കമ്പനികളായതിനു ശേഷം ഈ 2 കമ്പനി ഒരുമിക്കുന്ന സിനിമ ആദ്യമായിട്ടാണ്. സത്യം കേട്ടോ. രണ്ടും അതിനുശേഷം അല്ല, ആശീർവാദ് കുറച്ച് മുന്നേ ഉണ്ടെങ്കിൽ പോലും അതെ, മമ്മൂട്ടി കമ്പനി ഇപ്പൊ നമുക്കറിയാലോ കുറച്ചായിട്ട് വന്നിട്ടുള്ളൂ. അപ്പം ഈ ഒരു രണ്ടുപേരും കൂടി ഒരുമിച്ച് വരുന്നത് ആദ്യമായിട്ട്. ആശീർവാദും മമ്മൂട്ടി കമ്പനിയും ഒരുമിച്ചിട്ടില്ല. അപ്പോൾ ബിഗ്ഗസ്റ്റ് കൊളാബറേഷൻ തന്നെയാണ്. മമ്മൂക്ക മഹേഷ് നാരായണൻ പടം, സുരേഷ് ഗോപിക്ക് പകരം മോഹൻലാൽ. അങ്ങനെയല്ല കേട്ടോ, അങ്ങനെയല്ല. സുരേഷ് ഗോപി ഉണ്ട്. ഓക്കെ. ബോക്സ് ഓഫീസ് ഒരു മര്യാദ കേട്ടിടയിൽ ചോദ്യം. സത്യം എന്തായാലും അന്ന് വേറെ പടങ്ങളൊന്നും വേറെ തിയേറ്ററും ഉണ്ടാവില്ല, എല്ലാത്തിലും ഈ പടം. അതിനുള്ള ധൈര്യം ഉണ്ടാവൂല. അതാണ് വേറൊരു സത്യം. വേറെ ഇൻഡസ്ട്രിക്കാർ വരട്ടെ, അത് നോക്കട്ടെ. മലയാളത്തിൽ ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഒരു സിനിമ വരുമ്പോ ഒരു സിനിമയ്ക്കും ഇവിടെ പിടിച്ചു വെക്കാൻ പറ്റില്ല. ഇന്ന് 3 മണി വരെ മമ്മൂട്ടി മോഹൻലാൽ എന്നും പറഞ്ഞ് തല്ലുകൂടിയന്മാർ 3 മണിക്ക് ശേഷം മിത്രങ്ങൾ. അത് അത്രേ ഉള്ളൂ. മലയാള സിനിമയുടെ പവർ എന്താണെന്ന് ഇനി ബോളിവുഡ് മനസ്സിലാക്കട്ടെ. ബോളിവുഡ് മാത്രമല്ല, മൊത്തത്തിൽ മനസ്സിലാക്കട്ടെ. ഇത് ഏത് ഇൻഡസ്ട്രിക്ക് അവകാശപ്പെടാനുണ്ട്? അതായത് അവിടുത്തെ ഏറ്റവും, അതായത് അമ്മ അച്ഛൻ എന്നുള്ള ആ ഒരു സ്ഥാനത്ത് നിൽക്കുന്ന 2 സൂപ്പർ സ്റ്റാറുകൾ ഒരുമിച്ച് ഇതുപോലെ അല്ലേ? ഒരുമിച്ച് കഴിഞ്ഞാല് ഇവരല്ലെങ്കിൽ ഇവർക്ക് ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ്. ശരിക്കും എന്നെ വിളിച്ചത് ഇന്ദുചൂടനാ. കിടിലൻ ഡയലോഗ്. അത് പൊളിച്ചു കേട്ടോ. ഞാൻ വിളിച്ച പറന്നു വരുന്നു പറഞ്ഞില്ലേ? അതെ. ഇവിടെ ചെറിയൊരു മാറ്റമുണ്ട്. സത്യം തിരിച്ചാണെന്നുള്ളൂ അല്ലേ? ഇന്ദുചൂടനെ അങ്ങോട്ട് വിളിക്കുകയായിരുന്നു മാരാരിനെ. അന്ന് ഇന്ദുചൂടൻ വിളിച്ചു, ഇപ്പൊ മാരാറ് തിരിച്ചു വിളിച്ചു. ശരിക്കും സീരിയസ് ആയിട്ടാണോ? അല്ല, ഇനി അതിനകത്ത് വേറെ സാധനം കൂടെ ഉണ്ട്. അന്ന് ക്യാഷ് കൊടുത്തിട്ടില്ല, പോളിഷ് ചെയ്ത് അയക്കാന്ന് പറഞ്ഞിട്ടുള്ളൂ. ഇന്ന് കാശിന് ആവശ്യമുണ്ട് ഒരു പടം റിലീസ് ചെയ്യാൻ, അല്ല പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ അതെടുത്തിട്ട് വരാനാണ് പറഞ്ഞിട്ടുള്ളത് ഇന്ത്യയോട്. അന്നത്തെ ഇപ്പൊ തീർക്കണം. ഇതാണ് സൗഹൃദം. തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ ആവണം. അതാണ് വാങ്ങിക്കൊണ്ടിരിക്കും. പിന്നെ അല്ലാണ്ട് എന്താണെങ്കിലും ആഘോഷിക്കാൻ പോകുന്നു. മലയാളം ആഘോഷിക്കാൻ പോണു 2006 ഇത് ഓണായി തുടങ്ങി, അത് തന്നെ പറയാം. ഇതുവരെ ഒരുപാട് സിനിമകൾ നമുക്ക് വലിയ സിനിമകളായിട്ട് പറയാനുണ്ടായിരുന്നെങ്കിലും ഇനി അതല്ല. ഇനി ലിസ്റ്റിൽ 1-ാം സ്ഥാനത്ത് അത് ഇതാണ്. അതുക്കും മേലെ പിയിൽ നിന്ന് തുടങ്ങുന്ന വെച്ച് തുടങ്ങുന്ന സിനിമ. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റൊരു വിശേഷമായിട്ട് നാളെ കാണാം. ബൈ.